മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോട് 3 സീറ്റ് ചോദിക്കാൻ തൃണമൂൽ കോൺഗ്രസ്. PV അൻവറിനെ കൂടാതെ സജി മഞ്ഞക്കടമ്പനും നിസാർ മേത്തറിനും സീറ്റ് ആവശ്യപ്പെടും. PV അൻവറിനായി ബേപ്പൂർ, തവനൂർ, പട്ടാമ്പി സീറ്റുകളിൽ ഒന്നാണ് ആവശ്യപ്പെടാൻ തൃണമൂൽ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അസ്ലം, PV അൻവറിന് ഒരു സീറ്റ് എന്തായാലും UDF-ൽ ഉറപ്പാണ്. മറ്റ് 2 സീറ്റുകൾ ഈ സജി മഞ്ഞക്കടമ്പിനെയും നിസാറിനെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാകാം ഒരുപക്ഷെ ഇങ്ങനെയൊരു ചോദ്യം അവർ UDF-ൽ ഉന്നയിക്കുന്നത്. അതിനോട് UDF അനുകൂലമായ പ്രതികരണം നൽകാനുള്ള സാധ്യതയുണ്ടോ? ഒരു പാർട്ടി എന്ന നിലയിൽ അസോസിയേറ്റ് മെമ്പറായി UDF-ലേക്ക് ആദ്യമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ്, PV അൻവർ തൃണമൂൽ കോൺഗ്രസ് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും നിയമസഭാ സീറ്റ് ചർച്ചകളിൽ ഓരോ പാർട്ടികളും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. ആ അർത്ഥത്തിൽ കോൺഗ്രസിന് മുന്നിൽ UDF നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിക്കാനായി 3 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 3 സീറ്റ് ഒന്ന് PV അൻവർ തന്നെയാണ് പ്രധാനമായും. അതിൽ PV അൻവറിന് വേണ്ടി തവനൂറും പട്ടാമ്പിയും ആവശ്യപ്പെടും. അത് ലഭ്യമായില്ലെങ്കിൽ ബേപ്പൂർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 3 മണ്ഡലങ്ങളിൽ ഒന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുക. ബേപ്പൂർ നൽകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ആർത്തുള്ള നേതൃത്വത്തിലുള്ള ധാരണ ആയതായി നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 സീറ്റ് കൂടി അവർ ആവശ്യപ്പെടും. ഒന്ന് സജി മഞ്ഞക്കടമ്പനാണ്. സജി മഞ്ഞക്കടൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ യുവജന നേതാവായിരിക്കുന്നതിന് ശേഷമാണ് പിന്നീട് തൃണമൂലിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന് വേണ്ടി കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സീറ്റ് ചോദിക്കാനാണ് തൃണമൂൽ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PDP-യിൽ നിന്നും തൃണമൂലിലേക്ക് എത്തിയിരുന്ന നിസാർ മേത്തർ എന്ന് പറയുന്ന ആ നേതാവിന് വേണ്ടി തൃക്കരിപ്പൂർ സീറ്റ് ചോദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും അവരുടെ സജി പഞ്ചകടമ്പൻ ചീഫ് കോർഡിനേറ്ററാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ നിസാർ മേത്തർ. ഈ 3 സീറ്റുകൾ കൂടി ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും 3 സീറ്റ് ചോദിക്കുമ്പോൾ എത്ര കിട്ടുമെന്നുള്ള ഒന്ന് കിട്ടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുണ്ടോ നമുക്ക് അറിയില്ല. ബേപ്പൂർ, തവനൂർ, പട്ടാമ്പി ഈ 3 സീറ്റുകളിൽ ഒന്നിലാണ് മത്സരിക്കാൻ PV അൻവർ ആഗ്രഹിക്കുന്നത്. അതിൽ ഏത് സീറ്റിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത്? പട്ടാമ്പി പോലുള്ള സീറ്റുകളിലാണ് കൂടുതൽ വിജയ സാധ്യത ഉള്ളതെന്ന് തന്നെയാണ് PV അൻവർ കരുതുന്നത്. അതേസമയം തന്നെ UDF-ന്റെ കൂടി തീരുമാനമായതുകൊണ്ട് തന്നെ 7 സീറ്റ് നൽകും. തവനൂർ മലപ്പുറത്തിന് ഒരു സീറ്റ് നൽകുന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസം അവിടുത്തെ DCC-ക്കുണ്ട്. പട്ടാമ്പിയിൽ നിലവിലൊരു സീറ്റ് നൽകുന്നതിനെ കുറിച്ചുള്ള എത്രത്തോളം സാധ്യമാവുന്ന കാര്യത്തിലും അവർക്ക് വ്യക്തതയില്ല. ഈ 2 സീറ്റുകളാണ് അവർക്ക് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകൾ. അവിടെ പല സ്ഥലത്തും PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബോർഡുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബേപ്പൂർ സീറ്റ് കൂടി അവരുടെ ലിസ്റ്റിലുണ്ട്. ബേപ്പൂരാണ് ഒരുപക്ഷെ UDF നൽകാൻ സാധ്യതയുള്ള സീറ്റ്. കാരണം മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ മത്സരിക്കുക എന്ന് പറയുന്നത് മത്സരം വളരെ കടുക്കുന്ന ഒരു മത്സരമായി, ആവേശകരമായ മത്സരമായി മാറും. മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രകടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകടമാകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാകുന്നു എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അത് നേരത്തെ തന്നെ LDF-ലുണ്ടായിരുന്ന PV അൻവർ ഒരുപക്ഷെ CPM അനുഭാവികളുടെ കൂടി വോട്ടുകൾ സ്വീകരിക്കാൻ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ തന്നെ ബേപ്പൂരിൽ ശക്തമായ ലീഗിന്റെ സാന്നിധ്യം എല്ലാം കൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ നല്ലൊരു സീറ്റ് എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ ബേപ്പൂരായിരിക്കും നൽകാനുള്ള സാധ്യത. ഇക്കാര്യത്തിലൊക്കെ തന്നെ UDF-ന്റെ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. 10-ന് ശേഷമായിരിക്കും സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. ആദ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെ കുറിച്ചായിരിക്കും ആദേശിച്ചത്. പിന്നീടായിരിക്കും അസോസിയേറ്റ് ഘടകകക്ഷിയിലേക്ക് ചർച്ചകൾ പോവുക. എന്തായാലും ഈ 3 സീറ്റ് ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 സീറ്റിൽ PV അൻവർ സീറ്റിനായിരിക്കും സ്വാഭാവികമായിട്ടും മുൻഗണന നൽകുക. അതിൽ തന്നെ തവനൂര് അല്ലെങ്കിൽ പട്ടാമ്പി എന്നതോടൊപ്പം തന്നെ ബേപ്പൂരും ചോദിക്കുന്നു. ബേപ്പൂരാണെങ്കിൽ ബേപ്പൂർ മത്സരിക്കാനും ഈ 3 സീറ്റിൽ ഏത് സീറ്റിലും മത്സരിക്കാൻ റെഡിയാണ്. വിജയ സാധ്യതയുണ്ട്. മത്സരിച്ച് വിജയിക്കാവുന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് PV അൻവർ UDF-ലേക്ക് അസോസിയേറ്റ് മെമ്പറായി വന്ന തൃണമൂൽ കോൺഗ്രസ് 3 സീറ്റാണ് ആവശ്യപ്പെടുന്നത്. PV അൻവർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള 3 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.